ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉണ്ണിക്കണ്ണൻ മംഗള ഡാം ചെന്നൈയിലേക്ക് കാൽനടയായി പോയ കാര്യങ്ങളൊക്കെ നാം ഏവരും അറിഞ്ഞതാണ്. വിജയിനെ കണ്ടു, തനിക്കൊരു ആപ്പിൾ ലഭിച്ചു. അതെല്ലാം കൊണ്ട് കേരളത്തിലേക്ക് മടങ്ങി വന്നു. ആ വിവരങ്ങളെല്ലാം ന്യൂസ് മാധ്യമങ്ങളിലെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അതല്ല വിഷയം. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള മംഗലം ഡാം നാട്ടുകാർ അദ്ദേഹത്തിന് വലിയൊരു ആദരവാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അണിയിച്ച് റെഡിയാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് വലിയ രീതിയിലുള്ളൊരു കാര്യമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ 2025 ജനുവരി 1-ാം തീയതി അദ്ദേഹം മംഗള ഡാമിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ, കാൽനടയായി യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന കുത്തുവാക്കുകളും, പഴിവാക്കുകളും, കളിയാക്കലുകളും എല്ലാം ഇന്ന് ഒന്നുമല്ലാതായി തീരുകയാണ്. കാരണം അത്രമാത്രം സപ്പോർട്ടാണ് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ നിന്ന് അദ്ദേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ കൂടെ ചേർന്ന് നിൽക്കുകയും അദ്ദേഹത്തിനോട് സെൽഫി എടുക്കാനും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ആരായുവാനുമായിരുന്നു നാട്ടുകാർക്ക് പ്രത്യേക ശ്രദ്ധ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി ഉണ്ണിക്കണ്ണൻ മംഗള ഡാമിന് ഇവിടുന്ന് ഒരു സുവർണ്ണ കാലഘട്ടമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം വിജയിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ചിത്രം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിജയിനോടൊപ്പമുള്ള ആ ഒരു ചിത്രം അവർ അയച്ചു കൊടുക്കുന്നുള്ളൂ എന്നാണ് ഉണ്ണിക്കണ്ണൻ മംഗള ഡാം ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു ചിത്രം കൂടി അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാമിന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് കട്ട വെയിറ്റിംഗ് ആയി ഇരിക്കുന്നത്. എന്തൊക്കെയായാലും ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാമിന്റെ ആഗ്രഹം സാധിച്ചു എന്നതിന് പുറമെ തന്നെ ഒരു ദൃഢനിശ്ചയം കൂടി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം നിരന്തരം പറയാറുണ്ടായിരുന്ന ഒരു 4-ാം ക്ലാസ്സുകാരനായി എനിക്ക് സാധിക്കും സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരും വീട്ടിലിരുന്ന് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയരുത്, അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കരയരുത് എന്നൊരു മോട്ടിവേഷൻ കൂടി ഉണ്ണിക്കണ്ണൻ പങ്കുവെക്കുന്നുണ്ട്.